യാത്രയിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണിത്. കേരള മനസാക്ഷിയെ നടുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിൽ നടന്ന ഭീകരമായ ആക്രമണം. 14 വർഷം മുമ്പ് നടന്ന സൗമ്യ കൊലപാതകം നമ്മെ ഞെട്ടിച്ചെങ്കിലും ഇന്നും ട്രെയിനുകളിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷാ അവസ്ഥ അതേപടി തന്നെയാണ് എന്നതിന്റെ തെളിവാണ് ഈ പുതിയ സംഭവം. 22-കാരിയായ ശ്രീകുട്ടി ഭർത്താവിനെ ആലുവയിൽ നിന്ന് സന്ദർശിച്ച് തിരികെ വരുമ്പോഴാണ് അപകടം. വർക്കലയിലെത്തിയപ്പോൾ മദ്യലഹരിയിലായ പ്രതി സുരേഷ് കുമാർ അവളെ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴേക്ക് തള്ളുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ജീവനും മരണത്തിനുമിടയിൽ ഇപ്പോഴും അവർ പോരാട്ടത്തിലാണ്. അവളുടെ കൂട്ടുകാരിയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. പ്രതിയുടെ മൊഴി ഓരോ തവണയും മാറുകയാണ്. അയാൾ എവിടെ നിന്നാണ് ട്രെയിനിൽ കയറിയതെന്ന് പോലും ഇപ്പോഴും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. സൗമ്യ കൊലപാതകത്തിന് ശേഷം റെയിൽവേ പ്രഖ്യാപിച്ച സുരക്ഷാ പദ്ധതികൾ, ലേഡീസ് കോച്ചുകളിലെ ഗാർഡ്, വനിതാ കോൺസ്റ്റബിൾമാർ, CCTV ക്യാമറകൾ, കോച്ചുകളുടെ സ്ഥാനം മധ്യത്തിലേക്ക് മാറ്റൽ, ഇവയിൽ പലതും ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. കോവിഡിനു ശേഷം പല ട്രെയിനുകളിലും ലേഡീസ് കോച്ചുകൾ തന്നെ ഇല്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. രാജ്യത്തിലെ പ്രധാന ഗതാഗത മാർഗം എന്ന നിലയിൽ ട്രെയിനുകളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കൽ റെയിൽവേയുടെയും ഭരണകൂടത്തിന്റെയും കടമയാണ്. സൗമ്യയെയും ശ്രീകുട്ടിയെയും പോലെ മറ്റൊരാൾക്കും ഇനി ഇത്തരം ദാരുണമായ അനുഭവം ആവർത്തിക്കാതിരിക്കാൻ ഉത്തരം പറയേണ്ട സമയം ഇത് തന്നെയാണ്.